വെൽക്കം ടു CC. ഞാൻ മേഘ. ഇന്ന് നമ്മൾ CSEB എക്സാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കോപ്പറേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന്റെ ഒരു മേജർ പോർഷനും വരുന്നത് ലോയാണ്. പഠിക്കാൻ പൊതുവെ കുട്ടികൾ ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഏരിയ കൂടിയാണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാക്കാവുന്ന ഒരു ഏരിയയാണ് ലോ. ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങോ അക്കൗണ്ടൻസിയോ പോലെ ഒന്നുമല്ല. കോപ്പറേറ്റീവ് ലോയിലെ എല്ലാ കാര്യങ്ങളും ഒന്നും വിടാനായിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ലോന് പഠിക്കേണ്ട ഒരു അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ സെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു പോയിട്ടുണ്ടാവണം. അത് വായിച്ച് ഫുള്ളായിട്ട് അത് വായിച്ചു കഴിഞ്ഞാലാണ് എന്താണ് ആ സെക്ഷനിൽ അഥവാ ആ റൂളിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു പോവുക. കാരണം പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിൽ അതേ ടേംസ് തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ആ സെക്ഷൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ക്ലാസ്സിൽ അതിൽ നിന്നുള്ള, അതായത് ടെക്സ്റ്റിലുള്ള അതേപോലെയുള്ള ലോയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കൺസെപ്റ്റുകളായിട്ട് പറയാം. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം, ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കൃത്യമായിട്ട് വായിക്കണം. ആ സെക്ഷൻ കൃത്യമായി വായിച്ചു പോവാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ വായിച്ച കാര്യങ്ങളിൽ നിന്നുള്ള കൺസെപ്റ്റ് എന്താണ്, അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് 2 പോയിന്റോ 3 പോയിന്റ് ഒക്കെ ഉണ്ടാവുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ ലോ പഠിക്കുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് കൂടെ ഉണ്ടാവണം. ആ നോട്ട്ബുക്കിൽ ഏത് സെക്ഷനാണോ എടുക്കുന്നത്, ഏത് റൂളാണോ എടുക്കുന്നത്, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. തുടർന്ന് അത് വായിക്കുക. എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് വായിക്കുക. ശേഷം അതിൽ നിന്ന് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുണ്ടെങ്കിൽ ആ ഭാഷയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത ചെയ്യാനുള്ള കാര്യം ഫിഗേഴ്സ് ആണ്. ഓക്കെ, ചില ഫിഗേഴ്സ്, അതായത് ചില ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സിന്റെ എണ്ണം പലപ്പോഴും തെറ്റാവുന്നതാണ്. 30 എണ്ണം, 60 ദിവസം, 45 ദിവസം, 15 ദിവസം, 7 ദിവസം, അങ്ങനെ ഒരുപാട് ഡേയ്സ് നമുക്ക് വരും അല്ലെ. അതുപോലെ തന്നെ എമൗണ്ട്, ഓക്കെ, 2000, 4000, 5000, 10000, അങ്ങനെ പല പല എമൗണ്ട്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗേഴ്സിലും ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പഠിക്കുന്ന സെക്ഷന്റെയും റൂളിന്റെയും താഴെയായിട്ട് അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും അതേപോലെ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതി ഹൈലൈറ്റർ, നിങ്ങളുടെ കയ്യിൽ ഒരു ഹൈലൈറ്റർ വെക്കുക. ഹൈലൈറ്റർ പെൻ ഉണ്ടല്ലോ, ഹൈലൈറ്റർ വെക്കുക. അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പഠിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നതാവുമ്പോൾ ഇത്ര ഡേയ്സ് ആണ്, ഇന്നതാവുമ്പോൾ ഇതാണ് എമൗണ്ട് എന്നുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള നോട്ടായി. ശേഷം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാം. എത്ര ഫ്രീക്വന്റ് ആയിട്ട് എത്ര പ്രാവശ്യം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം അതെന്താവും, ക്ലിയർ ആവും അല്ലെ. നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ അത് നന്നായി തെളിഞ്ഞു നിൽക്കും. നമ്മൾ പലപ്പോഴും മറന്നു പോണു, ലോ മറക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. റിവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറക്കില്ല. ഇനി എങ്ങനെ റിവിഷൻ ചെയ്യാം? ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ രാവിലെ തന്നെ ഒന്ന് റിവിഷൻ ചെയ്യാം. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. വീക്കെൻഡിൽ റിവിഷൻ ചെയ്യാം. അങ്ങനെ റിവിഷൻ എന്താണ്, നിങ്ങളുടെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളൊരു റിവിഷൻ പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ലോനെ സമീപിച്ചു കഴിഞ്ഞാൽ ലോ നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് നേടിത്തരുന്ന ഒരു വിഷയമായി മാറും. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് കോപ്പറേറ്റീവ് ലോ. അപ്പോൾ കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ഷൻ പ്രൊസീജിയറിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, റൂൾ 35A ഇലക്ഷനെ കുറിച്ച് പറയുന്നത് റൂളിലാണ്. നമുക്കറിയാം 2023 KCS ആക്ടിൽ ഭേദഗതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ സെക്ഷനുകളിലാണ്. ഓക്കെ, അപ്പൊ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, സർക്കുലർ വന്നിട്ടുള്ളത് സെക്ഷനുകളിലാണ്. അപ്പൊ റൂളുകളിൽ മാറ്റം ഉണ്ടാവാം, ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റൂളിലൊക്കെ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ നിലവിലുള്ള സ്ഥിതി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ മറ്റ് ക്ലാസ്സുകൾ, നമ്മൾ സിസിയുടെ മറ്റ് ക്ലാസ്സിലൊക്കെ സെക്ഷനിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടുകളിലും അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ എവിടെയെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം റൂളായിട്ടുള്ള റൂള് 35A ആണ്. പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റീസ് ഓഫ് സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ലോ നമ്മൾ ഓരോ വാക്കായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പൊ എന്റെ കൂടെ വരിക. നോക്കൂ, റൂൾ 35A ആണ് ഇലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്. റൂൾ 35A, പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. എവിടേക്കുള്ള ഇലക്ഷൻ? അതാണ് കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ്. സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ ആരാണ് നടത്തുന്നത്? ബൈ ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. കണ്ടോ, 3 പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചു. ഒന്ന് റൂൾ 35A, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കമ്മിറ്റി ഓഫ് സൊസൈറ്റീസിലേക്കാണ് ഇലക്ഷൻ നടത്തുന്നത്. ആരാണ് നടത്തുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് നടത്തുന്നത്. അപ്പൊ ആ പ്രൊസീജിയറുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ ഒരു MLA ഇലക്ഷനോ MP ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ ആ ഒരു ഇലക്ഷൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നടക്കുന്ന ഇലക്ഷനും നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഡിഫറെന്റ് ഹെഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനും ഡിഫറെന്റ് ഹെഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. അപ്പൊ സാധാരണ ഒരു ഇലക്ഷന് നമ്മൾ എങ്ങനെയാണോ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ആ ഇലക്ഷന് നമ്മൾ ചെയ്യുന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു MLA ഇലക്ഷനൊക്കെ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ ഇടയിൽ കുറച്ച് ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തിരികണം എന്ന് മാത്രം. അതും കൂടി അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പാൽപായസം പോലെ അങ്ങോട്ട് സുഭിക്ഷായി. ഓക്കെ, ആദ്യം നോക്കാം ഡിസിഷൻ ഓഫ് ദ കമ്മിറ്റി. അപ്പൊ ആദ്യം തന്നെ കമ്മിറ്റി ഒരു ഡിസിഷൻ എടുക്കണം. ഇലക്ഷൻ നടത്തണം എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കണം. അപ്പൊ ഡിസിഷൻ ഓഫ് ദ കമ്മിറ്റിയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതില് ഒന്നാമത്തെ പോയിന്റ്, ദ കമ്മിറ്റി ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 60 days പ്രയോർ ടു ദ ഡേറ്റ് ഓഫ് എക്സ്പിറേഷൻ ഓഫ് ഇറ്റ്സ് ടേം. നോക്കൂ, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കമ്മിറ്റി എപ്പോ മീറ്റ് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 60 days പ്രയോർ, 60 ദിവസം മുന്നേ എങ്കിലും. എന്തിനു മുന്നേ? ഡേറ്റ് ഓഫ് എക്സ്പിറേഷൻ ഓഫ് ഇറ്റ്സ് ടേം. ഇവിടെ ഇറ്റ്സ് ടേം എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയുടെ ടേം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ കമ്മിറ്റിയുടെ ടേം അഥവാ കാലാവധി തീരുന്നതിന് അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ കുറഞ്ഞത് 60 ദിവസം മുൻപേ എങ്കിലും കമ്മിറ്റി മീറ്റിംഗ് കൂടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതാണ് അടുത്ത കാര്യം. ആൻഡ് പാസ്, എന്നിട്ട് പാസ്സാക്കണം. എന്ത്? റെസല്യൂഷൻ അല്ലെ, ഒരു പ്രമേയം പാസ്സാക്കണം. ഫിക്സിംഗ് ദ ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ഇലക്ഷൻ ഓഫ് ദ ന്യൂ കമ്മിറ്റി. അതായത് ഇങ്ങനെ കമ്മിറ്റി കൂടി എത്ര ദിവസം മുന്നേ കൂടണം? അറ്റ്ലീസ്റ്റ് 60 days പ്രയോർ ടു ദ ഡേറ്റ് ഓഫ് എക്സ്പിറേഷൻ ഓഫ് ദ കമ്മിറ്റി. ഇപ്പൊ നിലവിലുള്ള എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡേറ്റ് ഓഫ് എക്സ്പിറേഷന്റെ അറ്റ്ലീസ്റ്റ് 60 ദിവസം മുന്നേ എങ്കിലും കമ്മിറ്റി മീറ്റ് ചെയ്യുകയും ഒരു റെസല്യൂഷൻ പാസ്സാക്കുകയും ചെയ്യണം. ആ റെസല്യൂഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? ഡേറ്റ് ഉണ്ടായിരിക്കണം, ടൈം ഉണ്ടായിരിക്കണം, പ്ലേസ് ഉണ്ടായിരിക്കണം. അതായത് എന്നാണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കാനുള്ളത് എന്നുള്ള ആ 3 കാര്യങ്ങൾ, ഡേറ്റും പ്ലേസും ടൈമും കൃത്യമായിട്ട് ഈ കമ്മിറ്റി തീരുമാനിക്കണം. ഓക്കെ, a copy of such resolution shall be sent to the state cooperative election commission by registered post. Okay, അതായത് അടുത്ത നോക്കാം. അപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് അറിയിക്കട്ടെ. ആരേനെ അറിയിക്കേണ്ടത്? ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. ആരെ അറിയിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. പക്ഷെ എങ്ങനെ അറിയിക്കും? ആര് മുഖാന്തരം അറിയിക്കും? രജിസ്ട്രാർ മുഖാന്തരം മാത്രമേ അറിയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ രജിസ്ട്രാർ മുഖാന്തരം കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ഇത് അറിയിക്കണം. എങ്ങനെ അറിയിക്കും? രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അറിയിക്കാം, അല്ലെങ്കിലോ ഇലക്ട്രോണിക് മീഡിയ വഴി അറിയിക്കാം അല്ലെ. ഇപ്പൊ 2 രീതിയിൽ, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ ഇലക്ട്രോണിക് മീഡിയ വഴിയോ രജിസ്ട്രാർ മുഖാന്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ഈ ഇലക്ഷന്റെ ഡീറ്റെയിൽസ് അറിയിക്കണം. എത്ര കാലത്തിനുള്ളിൽ അറിയിക്കണം? കണ്ടോ, നോക്കൂ, വിതിൻ എ വീക്ക്. ഓക്കെ, തീരുമാനമെടുത്ത് ഒരാഴ്ചയുടെ ഉള്ളിൽ, ഈ റെസല്യൂഷൻ പാസ്സാക്കി ഒരാഴ്ചയുടെ ഉള്ളിൽ ഈ വിവരം
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ രജിസ്ട്രാർ മുഖാന്തരം രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴിയോ അറിയിക്കണം. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഡിസിഷൻ ഓഫ് ദ കമ്മിറ്റി എന്നുള്ളതാണ്. റൂൾ 35A ആണ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ഡിസിഷൻ ഓഫ് ദ കമ്മിറ്റിയാണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ: അറ്റ്ലീസ്റ്റ് 60 days പ്രയോർ ആയിട്ട് കമ്മിറ്റി മീറ്റിംഗ് കൂടണം. പിന്നെ എന്ത് ചെയ്യണം? റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ റെസൊല്യൂഷനിൽ വേണ്ട കാര്യങ്ങളാണ് ഡേറ്റ്, ടൈം, പ്ലേസ് ഓഫ് കണ്ടക്ട് ഫോർ ഇലക്ഷൻ. പുതിയ കമ്മിറ്റിയുടെ ഇലക്ഷൻ നടത്തുന്ന ഡേറ്റ്, ടൈം, പ്ലേസ് ഒക്കെ തീരുമാനിക്കണം. അതിനുശേഷം ഇതിന്റെ കോപ്പി, ഈ റെസൊല്യൂഷന്റെ കോപ്പി ആര് എത്തിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തിക്കണം. ആര് മുഖാന്തരം? രജിസ്ട്രാർ മുഖാന്തരം എത്തിക്കണം. എങ്ങനെ എത്തിക്കും? രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ ഇലക്ട്രോണിക് മീഡിയ വഴിയോ. എത്ര കാലത്തിനുള്ളിൽ എത്തിക്കണം? വിതിൻ എ വീക്ക്, ഒരാഴ്ചയുടെ എത്തിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. നോക്കൂ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. അപ്പൊ ആദ്യം കമ്മിറ്റി ഇത് നടത്താനായിട്ട് തീരുമാനിച്ചു. ഈ കാര്യങ്ങൾ ആരെ അറിയിച്ചു? കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ രജിസ്ട്രാറിന്റെ മുഖാന്തരം അറിയിച്ചു. ഇനി ചെയ്യേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ടത് അല്ലെ? ഇപ്പൊ അവരുടെ അടുത്തെത്തി, ഇനി അവരാണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ആലോചിക്കുക കേട്ടോ. നോക്കൂ, അപ്പോയിന്റ്മെന്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ, അതാണ് അടുത്ത ഭാഗം. ദ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് റെസൊല്യൂഷൻ അപ്പോയിന്റ്, ആരേനെ അപ്പോയിന്റ് ചെയ്യും? റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ഈ റെസൊല്യൂഷൻ കിട്ടിയതിന് ശേഷം ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഈ ഒരു ചോദ്യം വരാൻ സാധ്യത ഉള്ളത് റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കും. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവുക ഗവൺമെന്റ്, രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാവുക രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ ഉണ്ടാവുക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴാവും നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഒക്കെ വരിക. ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണ സമയത്ത് വൃത്തിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അടിത്തറ കറക്റ്റ് ആക്കി പഠിച്ചാൽ മതി. അപ്പോൾ കോപ്പറേറ്റീവ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. എവിടെ നിന്നും? ഫ്രം എമംഗ് ദ ഓഫീസേഴ്സ് ഓഫ് ദ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇതിന് വേണ്ട ഓഫീസറിനെ റിട്ടേണിംഗ് ഓഫീസറായി ആര് അപ്പോയിന്റ് ചെയ്യും? കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി? ഫോർ ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ നടത്താനായിട്ട്. അടുത്ത പോയിന്റ്, ദ റിട്ടേണിംഗ് ഓഫീസർ സോ അപ്പോയിന്റഡ് മേ ബി ഗിവൺ റെമ്യൂണറേഷൻ ആസ് മേ ബി ഫിക്സഡ് ബൈ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം. അപ്പൊ നോക്കൂ, അടുത്ത പോയിന്റ് എന്താണ്? ആദ്യം പറഞ്ഞത് റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യണം. ആര് അപ്പോയിന്റ് ചെയ്യും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് അപ്പോയിന്റ് ചെയ്യുക അല്ലെ? കാരണം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിലേക്കാണ് കമ്മിറ്റി തീരുമാനം, റെസൊല്യൂഷൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ റിട്ടേണിംഗ് ഓഫീസറിനെ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യും. എവിടെ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്നത്? കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അടുത്തത് എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ കൊടുക്കണ്ടേ? അദ്ദേഹം ചെയ്യുന്ന ജോലിക്കുള്ള വേതനം കൊടുക്കണ്ടേ? റെമ്യൂണറേഷൻ കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നത് ആരാ തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് എന്താണോ ഫിക്സ് ചെയ്തിട്ടുള്ളത് കാലാകാലങ്ങളിൽ, അതാണ് ഫ്രം ടൈം ടു ടൈം, കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള റെമ്യൂണറേഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് വേണം റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? ഡിസിഷൻ ഓഫ് ദ കമ്മിറ്റി. രണ്ടാമത്തെ എന്തായിരുന്നു? അപ്പോയിന്റ്മെന്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. ആരാണ് അപ്പോയിന്റ് ചെയ്തത്? എവിടെ നിന്നാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? റെമ്യൂണറേഷൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തയിലേക്ക് പോവാം. യെസ്, ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്. അപ്പോൾ കമ്മിറ്റിയുടെ തീരുമാനം എടുത്തു, അതിനുശേഷം അതിനുവേണ്ട ഓഫീസറേനും അപ്പോയിന്റ് ചെയ്തു. ഇനി ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കണ്ടേ? നോട്ടീസ് അല്ലെ? നോട്ടീസിലൂടെ എല്ലാവരെയും അറിയിക്കണല്ലോ. അതാണ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്. ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ നോട്ടിഫൈ ദ ഡീറ്റെയിൽസ് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ഇൻ 2 വെർനാക്കുലർ ഡെയിലീസ് ഹാവിംഗ് വൈഡ് സർക്കുലേഷൻ ഇൻ ദ ഏരിയ. ഓക്കെ, അപ്പോ നോട്ടിഫൈ ചെയ്യണം, അതായത് ഇത് പബ്ലിഷ് ചെയ്യണം. ആര് പബ്ലിഷ് ചെയ്യും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. സൊസൈറ്റി അല്ല പബ്ലിഷ് ചെയ്യേണ്ടത്. ആരാണ്?
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ന സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു, ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കണം. അതെങ്ങനെ അറിയിക്കണം? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 കണ്ടോ, 2 വെർനാക്കുലർ ഡെയിലീസ് ഹാവിംഗ് വൈഡ് സർക്കുലേഷൻ ഇൻ ദ ഏരിയ. ആ പ്രദേശത്ത്, അതായത് ആ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പ്രചാരമുള്ള 2 ദിനപത്രങ്ങളിൽ, വെർനാക്കുലർ ഡെയിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ, അതാണ് വെർനാക്കുലർ ഡെയിലീസ് എന്ന് പറഞ്ഞാൽ. അവിടെയുള്ള 2 പ്രചാരമുള്ള അവിടെയുള്ള ഭാഷയുള്ള പത്രത്തിൽ 2 വെർനാക്കുലർ ഡെയിലീസിൽ ഈ വിവരം നോട്ടിഫൈ ചെയ്യണം. ആര് നോട്ടിഫൈ ചെയ്യും? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. 3A പറയുന്ന എന്താണ്? ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് ലെസ് ദാൻ 500 മെമ്പേഴ്സ്. അപ്പോ നമുക്കറിയാം ഒരു സംഘത്തില് അംഗങ്ങൾ ഉണ്ടാവുമല്ലോ, കാരണം അംഗങ്ങളാണല്ലോ അംഗങ്ങളുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് അല്ലെ, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സംഘം രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് അതിൽ 500-ൽ താഴെ അംഗങ്ങളുള്ള ഒരു സംഘമാണെങ്കിൽ, ഒരു സൊസൈറ്റി ആണെങ്കിൽ അവരെ എങ്ങനെയാണ് അറിയിക്കേണ്ടത്? ഈ പറയുന്ന വിധത്തിൽ. ഒന്ന്, ഇൻ പേഴ്സൺ. ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഏൽപ്പിക്കാം, നേരിട്ട് ഇങ്ങനെ ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്ന നോട്ടീസ് അവരെ ഏൽപ്പിക്കാം. അല്ലെങ്കിലോ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെന്റ്, അല്ലെ, അക്നോളജ്മെന്റോട് കൂടിയിട്ടുള്ള രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം. അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം. കൊറിയർ സർവീസ് അപ്രൂവ്ഡ് ബൈ ഹൈക്കോർട്ട് ഓഫ് കേരള. ഓക്കെ, അപ്പോൾ കൊറിയർ സർവീസ്, അതായത് കേരള ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ള കൊറിയർ സർവീസുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൊറിയർ സർവീസുകളിലൂടെയും എന്തറിയിക്കാൻ പറ്റും? ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു നോട്ടീസ് മെമ്പേഴ്സിനെ അറിയിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 500 മെമ്പേഴ്സ് ആണെങ്കിൽ അറിയിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും 2 പ്രചാരമുള്ള പത്രങ്ങളിലൂടെ ഈ വിവരം അറിയിക്കണം. പക്ഷെ 500 മെമ്പേഴ്സ് താഴെ ആവുമ്പോഴുള്ള കേസ് കൃത്യമായിട്ട് റൂളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിധമാണ് ഇത്. ഇൻ പേഴ്സൺ ആയിട്ട്, രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെന്റ് ആയിട്ട്, സ്പീഡ് പോസ്റ്റ്, പിന്നെ എന്താണ്, കൊറിയർ സർവീസ് അപ്രൂവ്ഡ് ബൈ ഹൈക്കോർട്ട് ഓഫ് കേരള. ഇത്രയാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? അല്ലെ, ഡിസിഷൻ ഓഫ് ദ കമ്മിറ്റി പഠിച്ചു. അത് എത്ര ദിവസം മുന്നേ ചേരണം എന്ന് പഠിച്ചു. അല്ലെ, റെസൊല്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, അത് ആർക്കാണ് അയക്കുന്നത്, ത്രൂ രജിസ്ട്രാർ, അല്ലെ, രജിസ്ട്രാർ മുഖാന്തരം അയക്കുന്നു, എത്ര സമയത്തിനുള്ളിൽ അയക്കുന്നു, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത് എന്ത് പഠിച്ചു? ഇത് ഇലക്ഷൻ കമ്മീഷനിൽ എത്തി. ഇലക്ഷൻ കമ്മീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? ഒരു ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യും. ആ ഓഫീസറുടെ പേരെന്താ? റിട്ടേണിംഗ് ഓഫീസർ ആണ്. ആരാണ്? റിട്ടേണിംഗ് ഓഫീസർ. ഫസ്റ്റ് ഓപ്ഷൻ ഇലക്ട്രൽ ഓഫീസർ എന്നുണ്ടാവും. അപ്പൊ തെറ്റിക്കരുത്, റിട്ടേണിംഗ് ഓഫീസറിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ റിട്ടേണിംഗ് ഓഫീസറിനെ എവിടുന്ന് അപ്പോയിന്റ് ചെയ്യുന്നത് പഠിച്ചു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നാണെന്ന് പഠിച്ചു, അല്ലെ. അതിനുശേഷം അദ്ദേഹത്തിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള, ഫിക്സ് ചെയ്തിട്ടുള്ള റെമ്യൂണറേഷന്റെ അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞു. അതിനുശേഷം എന്താ പഠിച്ചത്? ഇലക്ഷന്റെ നോട്ടീസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, 2 പ്രചാരമുള്ള വെർനാക്കുലർ ഡെയിലീസിൽ എന്ത് വേണം? ഈ കാര്യം അറിയിക്കണം. ഇനി അത് 500 മെമ്പേഴ്സിൽ താഴെയാണെങ്കിൽ ഈ പറയുന്ന വിധത്തിലെല്ലാം വേണം അറിയിക്കാനായിട്ട്.